അടച്ചിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പകച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ തടയുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അത് പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മെയിൻ ഗേറ്റിൽ വെച്ച് അവിടെ നിന്ന് തടഞ്ഞുവെങ്കിൽ പോലും പിന്നീട് മുഴുവൻ പ്രവർത്തകരെയും ഗേറ്റ് അടച്ച് പുറത്താക്കുന്നു. അതിനുശേഷം ഗേറ്റ് അടച്ച് പുറത്താക്കിയെങ്കിൽ പോലും അതിന് സൈഡിലൂടെയുള്ള മതിൽ ചാടിക്കിടന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അകത്തോട്ട് പ്രവേശിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം കുറവായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ തടയുന്ന ഇപ്പോൾ അകത്ത് കയറിയിരിക്കുന്ന പ്രതിഷേധക്കാരെ തടയുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ PSC ഓഫീസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പോലീസിൻ്റെ സുരക്ഷ വലയം മറികടന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല, പിന്തിരിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം PSCയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് PSC ചെയർമാൻ്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ പ്രവർത്തകരെ തടയുന്നതിനുള്ള അത്ര പോലീസുകാർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഈ പ്രവർത്തകർ എത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഈ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്ത് നീക്കുന്നതിനുള്ള ശ്രമം പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രവർത്തകരെയും പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ കൂടെയുള്ള മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ തടയുകയാണ്. എന്തായാലും പോലീസിൻ്റെ അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വലയം വേദിച്ചുകൊണ്ട് PSCയുടെ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന് അടുത്ത് വരെ എത്താൻ വേണ്ടി ഈ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പരാതികളുമൊക്കെയാണ് ഉയർന്നു വരുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചെങ്കിൽ പോലും പക്ഷേ മറ്റ് നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ആരോപണ വിധേയനായിട്ടുള്ള PSC ചെയർമാൻ അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇതിലേക്ക് കേസിൽ പ്രതിയേർക്കുകയോ മറ്റ് നടപടികളിലേക്കോ ഒന്നും വരികയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തുടർ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തുടർച്ചയായ പരീക്ഷകളിൽ ആക്ഷേപവും ആരോപണവും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്.